വെള്ളിത്തിരയിലെ യുവസംഘം നാടകവുമായി മലയാളികളുടെ മുന്നിലേക്ക്. റോഷൻ മാത്യു സംവിധാനം ചെയ്യുന്ന ബൈ ബൈ ബൈപ്പാസ് എന്ന നാടകം ഇന്നു മുതൽ 3 ദിവസത്തേക്ക് കൊച്ചിൻ ക്ലബിൽ അരങ്ങ് തകർക്കാനൊരുങ്ങുകയാണ്. അത്തിമുട്ടിൽ തറവാട്ടിലെ 3 തലമുറയുടെ ജീവിതം നാടകത്തിലൂടെ തുറന്നു കാണിക്കുകയാണ്. അത്തിമുട്ടിൽ തറവാട്ടിൽ വേനലവധി ആഘോഷിക്കാൻ ഒത്തുകൂടുന്ന കുട്ടികളാണ് നാടകത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു ബൈപ്പാസിന്റെ നിർമ്മാണത്തോടുകൂടി തറവാട് പൊളിച്ചു നീക്കപ്പെടുമ്പോൾ കുട്ടികളുടെ ബാല്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നാടകത്തിന് പ്രമേയം. ഇത് യഥാർത്ഥത്തിൽ തന്റെ തന്നെ അനുഭവമാണെന്ന് നാടകത്തിന്റെ സംവിധായകൻ റോഷൻ മാത്യു പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഏറ്റവും കൂടുതൽ നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുള്ള ഒരു വീട് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട് ഇങ്ങനൊരു റോഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കഥ അന്ന് മുതലേ അല്ലെങ്കിൽ ഈ ഐഡിയ അന്ന് മുതലേ നമ്മുടെ ഉള്ളിലുണ്ട്. ഇറ്റ്സ് ബിൻ എ പാർട്ട് ഓഫ് മീ ആസ് ഐ ഗ്രൂ അപ്പ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തെ കാലയളവിൽ സംഭവിച്ചിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഒരുപാട് ഇവൻസും ഈ ഐഡിയയ്ക്ക് ഇപ്പോൾ ഒരു റെലവൻസ് കൊടുത്തതുപോലെ എനിക്ക് തോന്നി. ഫ്രാൻസിസ് തോമസ്, ശ്രുതി രാമചന്ദ്രൻ, റോഷൻ മാത്യു എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആസ് എ ഫ്രണ്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറായിട്ടും ഒരു ആക്ടറായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ നാടകത്തിലെ പ്രൊട്ടാഗനിസ്റ്റ് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ പറയുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിത്തമുള്ള ഒരു പേരാവണം എന്ന് നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പേര് വന്നത്. ദർശന രാജേന്ദ്രൻ, ശാന്തി ബാലചന്ദ്രൻ, അശ്വതി മനോഹർ തുടങ്ങി 10ഓളം പേരാണ് അഭിനയിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി നാടകത്തിന്റെ പരിശീലനം തകൃതിയായി തന്നെ നടന്നിരുന്നുവെന്ന് അഭിനേതാക്കൾ പറയുന്നു. ഞാൻ റോഷൻ്റെ കൂടെ കപ്പേള എന്ന് പറഞ്ഞ സിനിമയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു അമേസിങ് പെർഫോമറാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ക്രിയേറ്ററും കൂടിയാണ്. ഇതാണ് നമുക്ക് ഈ സീനിൽ ആവശ്യം, ഇതാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സീൻ കൊണ്ടുവരൂ എന്നുള്ള ഒരു ഇംപ്രവൈസേഷൻ മെത്തേഡിലൂടെയാണ് ഞങ്ങൾ ഈ നാടകം ചെയ്തിരിക്കുന്നത്. എക്സസൈസ് ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കുട്ടി ഒരു ചെറുപ്പത്തിൽ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തരും. അത് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് ഉണ്ടാക്കി പിന്നെ നമ്മൾ പല ഓപ്ഷൻസ് ആലോചിക്കും. ഓക്കെ, ഈ നമ്മുടെ കഥ നമുക്ക് ഇങ്ങനെ എൻഡ് ചെയ്യണോ, അങ്ങനെ എൻഡ് ചെയ്യണോ, നമുക്ക് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വേണോ, അങ്ങനെ ഒരു കളക്റ്റീവായിട്ടും നമ്മൾ സീൻസ് ഇംപ്രവൈസ് ചെയ്തും ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി ഒരു മികച്ച ടീം വർക്ക് തന്നെയാണ് നാടകത്തിൽ പ്രകടമാവുകയെന്ന് ബൈ ബൈ ബൈപ്പാസ് ഉറപ്പു നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.